ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടി പ്രകടന പത്രികയിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും AICC മാനിഫെസ്റ്റോ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശശി തരൂർ MPയും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമാണ് പൊതുജന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചത്. പതിവുകളിൽ നിന്ന് വിഭിന്നമായ സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുള്ളവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശീകരിച്ചുകൊണ്ട് ജനകീയ മാനിഫെസ്റ്റോ തയ്യാറാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഇത്തരത്തിൽ സമാഹരിക്കുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഫെബ്രുവരി 10 കോൺഗ്രസിന്റെ ജനകീയ മാനിഫെസ്റ്റോ പുറത്തിറക്കുമെന്ന് ശശി തരൂർ MP പറഞ്ഞു. കാർഷിക മേഖലയുടെ ഉന്നതിക്ക് പ്രാമുഖ്യം നൽകുന്നതും കർഷക പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുന്നതുമായ ക്രിയാത്മക പദ്ധതികൾക്ക് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഏറ്റവും പ്രാധാന്യം നൽകണമെന്നാവശ്യമാണ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച പ്രമുഖ വ്യക്തികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠനും സാമ്പത്തിക വിദഗ്ധ മേരി ജോർജും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും കാർഷിക മേഖലയുടെ സംരക്ഷണത്തിനുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. മുൻപുണ്ടായിരുന്ന റെയിൽവേ ബജറ്റ് മാതൃകയിൽ ഒരു കാർഷിക ബജറ്റ് തന്നെ അവതരിപ്പിച്ച് കർഷക പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് ആവശ്യപ്പെട്ടു. ഇനി എനിക്ക് ഒരു റിക്വസ്റ്റും കൂടി ഉള്ളത്, ഈ ബജറ്റിൽ ചേർക്കേണ്ടത് ഫോറിൻ റീറ്റെയിൽ ട്രേഡിൽ അനുവാദം കൊടുക്കുമ്പോൾ 75% ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിരിക്കണം. 75% ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത് മേടിച്ചിരിക്കണമെന്ന് നിയമം കർശനമാക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അന്യം നിന്ന് പോകും. അങ്ങനെ ഇന്ത്യൻ ഇക്കോണമിയിലെ തൊഴിൽ സൃഷ്ടി എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്ത ഒരു സങ്കല്പമായി മാറും. ചികിത്സാ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതികൾ, തൊഴിലില്ലായ്മ, വയോജന സംരക്ഷണം, വനാവകാശ നിയമ പരിഷ്കരണം, വിദ്യാഭ്യാസം, കായിക മേഖലാ പരിഷ്കരണം, പ്രവാസി സംരക്ഷണം ഉൾപ്പെടെ ഒട്ടനവധി നിർദ്ദേശങ്ങളാണ് ചർച്ചയിൽ ഉയർന്നത്. ഒട്ടനവധി വ്യക്തികളും സംഘടനകളും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മാനിഫെസ്റ്റോ സമിതിക്ക് സമർപ്പിച്ചു. ജയഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.